ഇന്ന് ചെറിയൊരു വെയിലൊക്കെ കണ്ടപ്പോൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ മാനുകളെ കണ്ടുകൊണ്ടാണ് തുടക്കം. അപ്പം തന്നെ ചെറിയൊരു സന്തോഷം, ഭയങ്കര എനർജി കിട്ടിയ പോലെ നടക്കാൻ വേണ്ടിയിട്ട്. ഇനിയും പുതിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയാലോ. അങ്ങനെ പോകുന്ന വഴി നമ്മൾ അടുത്ത കാഴ്ചയും കണ്ടു കേട്ടോ, കുളം. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാനിതുവരെ കുളം കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ ഇപ്പം ആദ്യമായിട്ടാട്ടോ കുളം കാണുന്നത്. പിന്നെ അങ്ങോട്ട് പിന്നെയും പോകാൻ നേരത്ത് കണ്ടതാണ് ഈ കുതിരയുടെ ഫാമാണോ ഒരുപാടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനാകെ ഒരു 3-4 മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അത് നമ്മുടെ അടുത്തോട്ടൊക്കെ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇനിയും നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. ആക്ച്വലി ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ റോഡ് എവിടെ ചെന്ന് അവസാനിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ഇതൊരു റോഡ് വേറൊരു റോഡിൽ ചെന്ന് മുട്ടുമെന്ന്. ആ റോഡ് എനിക്കറിയാവുന്ന റോഡാണ്. അപ്പോൾ അവിടെ ചെന്ന് മുട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ നടപ്പ് മൊത്തം നടക്കുന്നത്. പോകുന്ന വഴി എന്തായാലും പിന്നെയും ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. വേറെയും കുളങ്ങളും അതും ഇതും എല്ലാം കണ്ടു. ഇതൊരു കാട് ഏരിയയാണ്, പക്ഷേ വീടുകളും ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയായിട്ട് 1-2 വീടുകൾ. പക്ഷേ എൻ്റെ ഊഹങ്ങളെല്ലാം തെറ്റിപ്പോയി. ഈ റോഡ് എന്ന് അവസാനിച്ചത് ഒരാക്രി എല്ലാം കൂടെ പെറുക്കി വെച്ചേക്കുന്നൊരു വീട്ടിലാട്ടോ. ഞാൻ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി അവിടെ ചെന്നപ്പോഴേക്കും. എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി. ഇനി ആ റോഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഏതിലേക്കൂടെ പോയാലാണ് അവിടെ എത്തുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ലായിരുന്നു. അടുത്ത പ്രാവശ്യം വേറൊരു വഴിയും കൂടെ എനിക്ക് ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ 1-1.5 മണിക്കൂർ നടന്നപ്പോഴാണ് നമ്മൾ ഈ റോഡിൻ്റെ അങ്ങേ അറ്റം എത്തിയത്. ഇനി ആ നടപ്പെല്ലാം നമ്മൾ തിരിച്ച് നടക്കണം. തിരിച്ച് നടക്കുന്ന വഴിയും പിന്നെയും കുതിരയുടെയൊക്കെ ഫാം കണ്ടു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പശുവിനെയും പോത്തിനെയൊക്കെ വളർത്തുന്ന പോലെയാണ് ഇവിടെ കുതിരകളെയൊക്കെ വളർത്തുന്നത് വീടുകളിൽ. പക്ഷെ അതൊക്കെ അതൊരു പുതിയ കാഴ്ചയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വരുന്ന വഴി ഒരുപാട് ക്രിസ്മസ് ട്രീകളുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് ക്രിസ്മസ് ട്രീയുടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കായും പൈൻ്റെ കായും കൂടെ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കണമെന്ന്. ആദ്യം തൊട്ടേ എനിക്കുള്ളൊരു ഡൗട്ടായിരുന്നു, എല്ലാവരും പൈൻ കായാണ് എടുത്തുകൊണ്ട് പോകുന്നത് ക്രാഫ്റ്റ് ചെയ്യാനും പിടിക്കാനും ഒക്കെ. എന്തുകൊണ്ടാണ് ഇതെടുക്കാത്ത? ഇതിനും ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഒരെണ്ണം പറിച്ചു. പിന്നെ പോകുന്ന വഴി ഒരുപാട് പൈൻ മരങ്ങളും നിൽപ്പുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അവിടെയൊക്കെ കയറി പൈൻ കായും നോക്കി. പക്ഷെ ആദ്യം ചെന്നിടത്ത് പൈൻ്റെ കായൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അടുത്തടുത്തുനിന്ന് എനിക്കൊരു പൈൻ കായ കിട്ടി. ഇത് തമ്മിൽ ആദ്യം തന്നെ എനിക്ക് തോന്നിയത് പൈൻ കായ ഇച്ചിരി ചെറുതാണ്. ഞാൻ എടുത്തത് ഇച്ചിരി ചെറുതായി പോയതാണോ എന്നറിയില്ല. അവിടെ കണ്ടത് മൊത്തം ഈ ഒരു വലിപ്പമായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസ് ട്രീയുടെ കായ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതുമാണ്. പിന്നെ ഒട്ടും കട്ടിയില്ല കേട്ടോ. തൊടുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, പൊട്ടി പൊട്ടി അങ്ങ് പോകുമായിരുന്നു. നല്ല എടുത്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതുപോലെ തന്നെ പഴകിയതായിരുന്നു ഞാൻ എടുത്ത പൈൻ കായും. പക്ഷേ അത് ഭയങ്കര കട്ടിയായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല തടി വെച്ച് നമ്മൾ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ പോലെ ഭയങ്കര കട്ടിയായിരുന്നു. പിടിച്ചിട്ടൊന്നും അത് കിട്ടണില്ലായിരുന്നു. നമ്മുടെ കൈ വേദനിക്കുകയും ചെയ്യും. ചുമ്മാതല്ലേ ക്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നവരെല്ലാം ഇതെടുത്തുകൊണ്ട് പോകുന്നത്. ക്രിസ്മസ് ട്രീയുടെ കായ എടുക്കാത്തതും എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായോ കേട്ടോ. ഏതായാലും ആ ഒരു വിഷയം സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടോ എനിക്ക് മനസ്സിലായതിൻ്റെ. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.